ഹലോ പ്രിയ കൂട്ടുകാരെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 2ാം സെമസ്റ്റർ വിനിമയ മലയാളവും സർഗാത്മക രചനയും എന്ന പാഠഭാഗത്ത് വിമർശന ഭാഗത്ത് ഇവനെ കൂടി എന്ന ഒരു പഠനം നമുക്ക് പഠിക്കാനുണ്ട്. മലയാളത്തിലെ പ്രിയപ്പെട്ട കവി വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ മരണത്തെ തുടർന്ന് സച്ചിദാനന്ദൻ എഴുതിയ കവിതയാണ് ഇവനെ കൂടി. ആ ഇവനെ കൂടി എന്നുള്ള കവിതയ്ക്ക് ലീലാവതി നടത്തിയ പഠനമാണ് നമുക്ക് പഠിക്കാനുള്ളത്. പ്രിയപ്പെട്ടവരുടെ മരണം അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരുടെ മരണത്തിലുള്ള വേദന വിലാപകാവ്യ രൂപത്തിൽ അവതരിപ്പിക്കുന്ന രചനാരീതി മലയാള കാൽപ്പനികതയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അത്തരം കവിതകൾക്ക് പൊതുവെയുള്ള വിലാപത്തിന്റെ പ്രകടപരമായിട്ടുള്ള സ്വഭാവം പുലർത്താതെ മലയാള സാഹിത്യത്തിലും സാഹിത്യ ചരിത്രത്തിലും വൈലോപ്പിള്ളി ആരായിരുന്നുവെന്നും അദ്ദേഹത്തിന്റെ മരണം മലയാള കവിതയ്ക്കുണ്ടാക്കിയ നഷ്ടം എന്താണെന്നും ആവിഷ്കരിക്കുന്ന കവിതയാണ് സച്ചിദാനന്ദന്റെ ഇവനെ കൂടി എന്ന കവിത. ഈ കവിതയുടെ ആഴങ്ങളിലേക്ക് കടന്നു ചെന്ന് വിശകലനം ചെയ്യുകയാണ് പ്രൊഫസർ എം ലീലാവതി ഇവനെ കൂടി ഒരു പഠനം എന്ന പ്രബന്ധത്തിൽ. ലീലാവതി ടീച്ചറുടെ വിമർശനങ്ങളുടെ അടിസ്ഥാന ധാരകളെല്ലാം അടയാളപ്പെടുത്തിയ ഭാരതീയ ദർശനങ്ങളോടുള്ള അല്ലെങ്കിൽ യൂങ്ങിന്റെ സാമൂഹ്യശാസ്ത്ര തത്വങ്ങളിലുള്ള പ്രയോഗം, കാവ്യ വിശകലന രീതികൾ ഒക്കെ തന്നെ അല്ലെങ്കിൽ ആദ്യപ്രരൂപങ്ങളെ സങ്കല്പിച്ചിട്ടുള്ള സങ്കല്പങ്ങളൊക്കെ തന്നെ വിശകലനമായി അടിസ്ഥാനപ്പെടുത്ത ഒരു ലേഖനമാണ് നമുക്ക് പഠിക്കാനുള്ളത്. മരണത്തെ സംബന്ധിച്ച് ഇന്ത്യൻ ദർശനങ്ങളിൽ നിലനിൽക്കുന്ന സങ്കല്പങ്ങളിൽ നിന്നാണ് ലീലാവതി ടീച്ചർ കവിത വായിച്ചിരുന്നത്. മരണം ഒരു യാഥാർത്ഥ്യമാണെങ്കിലും അത് എല്ലാറ്റിൻ്റെയും അവസാനമല്ല എന്നും മഹത് വ്യക്തികൾ തങ്ങളുടെ അന്ത്യയാത്രയ്ക്ക് മുമ്പായിട്ട് തങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങളും മനസ്സും ജീവിച്ചിരിക്കുന്നവരിലേക്ക് ലയിപ്പിക്കുമെന്നും അയാളുടെ വാക്കുകൾ, സൃഷ്ടികൾ, ജീവിതത്തിന്റെ മാതൃകൾ എന്നിവയിലൂടെ പിൻതലമുറകളിലേക്ക് എത്തിച്ചേരുന്നു എന്നുകൂടി അവർ പറയുന്നുണ്ട്. അങ്ങനെ ഉപനിഷത്തുക്കൾ മുതൽ കുമാരനാശാൻ വരെയുള്ള മഹത് വ്യക്തികൾ നൽകിയ ജീവിതത്തിന്റെ പന്തങ്ങൾ ഇടശ്ശേരിയെയും വൈലോപ്പിള്ളിയുടെയും തലമുറ സച്ചിദാനന്ദന്റെ തലമുറയ്ക്ക് കൈമാറിയതായിട്ട് ലീലാവതി ടീച്ചറോട് പറയുന്നുണ്ട്. പൈതൃകത്തിന്റെ ജ്വാല ഇവനെ കൂടി എന്ന കവിതയിൽ അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. വൈലോപ്പിള്ളിയുടെ കാവ്യലോകത്തെ നാടിൻ്റെ സ്വർണ്ണക്കിണ്ണമായി കണ്ട് അതിനെ വാലിൽ തിളങ്ങുന്ന പൂർണ്ണചന്ദ്രനായി പുനർജനിക്കുന്ന പ്രരൂപമായിട്ട് സച്ചിദാനന്ദൻ സ്മരിക്കുന്നുണ്ട് കവിതയിൽ. ഇതെങ്ങനെയാണ് സച്ചിദാനന്ദൻ വന്നു ചേർന്നത് എന്ന് തുടർന്ന് ലീലാവതി ടീച്ചർ അന്വേഷിക്കുന്നുണ്ട്. വൈലോപ്പിള്ളിക്ക് ഇങ്ങനെ ഒരു ദിവാസ്വപ്നം ഉണ്ടായിരുന്നതായി അവർ സൂചിപ്പിക്കുന്നുണ്ട്. മാനത്തെ അമ്പളിമുറ്റത്ത് സ്വർണ്ണക്കിണ്ണമായി വന്നു കിടന്ന് വിശുദ്ധാത്മാക്കളുടെ പട്ടിണി തീർക്കുമെന്ന സങ്കല്പത്തിനെ സൗന്ദര്യാത്മകമായിട്ട് തള്ളി പറയാൻ കഴിയാത്തതിനാണ് സച്ചിദാനന്ദന്റെ കവിതയിൽ ഈ അല്ലെങ്കിൽ ഈ പുനർജന്യ പ്രരൂപമായിട്ടൊരു സ്മരണയായിട്ട് കടന്നു വരുന്നത് എന്ന് ലീലാവതി ടീച്ചർ നിരീക്ഷിക്കുന്നുണ്ട്. പിന്നീട് പറയുന്നുണ്ട് ഏകജീവിതാനശ്വര ഗാനം പാടിയ കവിയെ അനുസ്മരിക്കുന്നുണ്ട്. എല്ലാം ഉരുക്കി വാർക്കാനും പൊളിച്ചു പണിയാനും വേണ്ടിയുള്ള ഉത്കടമായിട്ടുള്ള ഇച്ഛയാണ് സച്ചിദാനന്ദൻ എന്ന കവിയുടെ പ്രാണൻ എന്ന് അവർ തിരിച്ചറിയുന്നുണ്ട്. പിന്നീട് ഇവനെ കൂടി എന്ന കവിതയുടെ ബിംബകൽപ്പനകളെ നമ്മൾ കാണുന്നുണ്ട്. ഹേമന്തത്താൽ മെലിഞ്ഞ കൈകൾ നീട്ടി എന്ന കൽപ്പനയിൽ നിലാനദി ഉമാരൂപിണിയായ മാതാവായും കൈരിളിയായും ഇവിടെ കൽപ്പിക്കുന്നുണ്ട്. വൈലോപ്പിള്ളിയിൽ എക്കാലത്തും തപശക്തി കൊണ്ട് പതിയെ നേടിയ ഒരു സ്ത്രീത്വത്തെ കുറിച്ചിട്ടുള്ള സങ്കല്പം ഉണ്ടായിരുന്നു എന്ന് സാവിത്രി എന്ന കവിത ഉദാഹരിച്ചുകൊണ്ട് ലീലാവതി ടീച്ചർ നിരീക്ഷിക്കുന്നുണ്ട്. ഇങ്ങനെ നോക്കുമ്പോൾ നിലാനദിയിൽ ലയിക്കണമെന്ന് വൈലോപ്പിള്ളിയുടെ ഇച്ഛയിലും നിളയെ ഉമയായി കാണുന്ന ഒരു സംബോധന പ്രവർത്തിച്ചിട്ടുണ്ട് എന്നും കാണാം. നിളയെയുമായ എന്ന സച്ചിദാനന്ദന്റെ രൂപകത്തിന് അങ്ങനെ ഒരു ധ്വനിയുണ്ട് എന്ന് വായിച്ചെടുക്കും. വൈലോപ്പിള്ളിയുടെ എല്ലാ കവിതകളിലൂടെയും ഈ സച്ചിദാനന്ദൻ കടന്നുപോയിട്ടുണ്ട്. അതിനെയാണ് ലീലാവതി ടീച്ചർ ഇവിടെ പരിശോധിക്കുന്നത്. പിന്നീട് മുൻഗാമികളായ കവിപ്രതിഭകൾ ദേവതാത്മാക്കായ ഹിമവാനിലൂടെ പഞ്ചാരിമേളിക്ക് ചെവിയാട്ടിടും ആലിൻചൂട്ടിലെ പൂരക്കാറ്റിനെ പുനർജോണി നൂണെത്തുന്ന നിലാവ് കൊണ്ട് തിരുമുഖം മൂടിപ്പോയ കണ്ണൊപ്പുന്ന ധനുരാവിന്റെ തേങ്ങലിനെ
കറുത്ത സൂര്യൻ എഴുതിയ സച്ചിദാനന്ദന്റെ കക്കച്ചിറകിൽ സൂര്യോത്സവം ദർശിച്ച വൈലോപ്പിള്ളി, അങ്ങനെ എല്ലാ കവിതകളിലൂടെയും കടന്നു പോകുന്നു. നിളയെയും കൈരളിയെയും സമന്വയിപ്പിക്കുന്ന വൈലോപ്പിള്ളി കവിതയിലൂടെ പൈതൃകത്തിന്റെ സവിശേഷതകളൊക്കെ വ്യക്തമാക്കുന്നുണ്ട്. പിന്നീട് അകമ്പാട്ടുകൾ, നാടൻ പാട്ടുകൾ, കിളിപ്പാട്ടലുകൾ, തുള്ളല്, നളചരിതം, ആശാന്റെ കൃതികൾ, ഇടശ്ശേരി കവിതകൾ, ഇങ്ങനെ മലയാള കവിതയുടെ ചരിത്രത്തിൽ സച്ചിദാനന്ദൻ അനുസ്മരിക്കുന്ന ഘട്ടങ്ങളെയും വൈലോപ്പിള്ളി കവിതയുടെ ഭാവതലത്തിന് ഏതിനോടൊക്കെയാണ് ബന്ധമുള്ളത് എന്നതിനെ സംബന്ധിച്ച സച്ചിദാനന്ദന്റെ അഭിപ്രായം കൂടിയിട്ടാണ് ഈ കവിത എന്ന് ബോധ്യപ്പെടുത്തുന്നത്. വൈലോപ്പിള്ളിയുടെ കാവ്യരചന കർമ്മത്തെ വർണ്ണിക്കുമ്പോൾ സച്ചിദാനന്ദൻ ഊന്നൽ നൽകുന്നത് ആത്മബലി എന്ന പ്രരൂപത്തിലാണ് എന്ന് കൂടി ഓർക്കുക. പിന്നീട് പറയാം, അവസാന ഭാഗത്തേക്ക് ഒക്കെ എത്തുമ്പോൾ തന്നെ പിന്നെ ഇവനെ കൂടി 2-3 ഖണ്ഡത്തിൽ വീണ്ടും വീണ്ടും 8 കെട്ടുകൾ കത്തും പട്ടട വെണ്ണീറിൻ തന്റെ നെല്ലിക്ക് നീർ കോരുവാൻ നിൽക്കുന്നവൻ എന്ന് പറയുന്നത് ഇവിടെ നെല്ലി എന്നത് കഴിക്കുന്ന സത്യങ്ങളെ കൊണ്ട് സൗന്ദര്യം വിളയിക്കുന്ന കവിത എന്ന അർത്ഥത്തിലാണ്. കണ്ണീർപ്പാടം ഉള്ളി കയ്യിലുത്ത ചമച്ചവൻ നാളെ കുഞ്ഞുങ്ങൾക്ക് അമൃതാകുവാൻ വേണ്ടി, കുടിയൊഴിഞ്ഞവരുടെ വേവിന് ആൽത്തണലാകാൻ വേണ്ടി, തടവറക്കിണ്ണത്തിങ്കിൽ ഇന്നിൻ കാകോളം ഉണ്ണുന്നവൻ. ഇതൊക്കെ പറയുമ്പോൾ സാമൂഹ്യ കർത്തവ്യം അനുഷ്ഠിക്കാനുള്ള കവിതാരചനകളുടെ പേരിൽ കവി ഏകാന്തതയും തടവും വരിക്കുന്നു എന്നുള്ളതാണ്. ഈ പീഡത്വം വരിച്ചതിനെ സൂചിപ്പിച്ചുകൊണ്ടിട്ടുള്ള സൂചനകളൊക്കെ കവിതയിലൂടെ കടന്നു വരുന്നുണ്ട്. അവസാനത്തെ ആറാട്ടിനെ കുറിച്ചിട്ടുള്ള വർണ്ണനയിൽ കവി ചെയ്തു തീർത്ത മത്സരങ്ങളുടെ, സമരങ്ങളുടെ, യുദ്ധങ്ങളുടെ വൈവിധ്യത്തെയാണ് ഓർമ്മിപ്പിക്കുന്നത്. പീഡകരോട് പൊരുതാൻ വാളും ഓണവില്ലും ഒരുപോലെ ഉപയോഗിക്കുന്ന മലദൈവത്തിന്റെ വിരുദ്ധഭാവങ്ങളെ സച്ചിദാനന്ദൻ ഉചിതമായിട്ട് ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഓണവില്ലും ഓടക്കുഴലും ഒരുപോലെ ആയുധമാക്കിയ ഈ വൈലോപ്പിള്ളി പിന്നെ അകമുറകളും അടവുകളും മരുമക്കൾക്ക് അതേപോലെ വഴങ്ങുന്നവയല്ല എന്ന് സച്ചിദാനന്ദൻ സൂചിപ്പിക്കുന്നു. എന്തുകൊണ്ടാണ് ഓണവില്ലും ഓടക്കുഴലും തങ്ങൾക്ക് വഴങ്ങുന്നില്ല എന്നതിലെ കത്തിയും വാളും ദ്രംഷ്ടയും നെറ്റിക്കണ്ണും തങ്ങളുടെ ആയുധങ്ങളായി തീരുന്നു എന്നതിനുള്ള ഉത്തരമാണ് ഇതിന്റെ 5-ാം ഖണ്ഡമായിട്ട് നമുക്ക് വരുന്നത്. പൊതുവിൽ മണ്ണടിയാൻ വിധിക്കപ്പെട്ട ചരമ കവിതകൾക്കിടയിൽ ഇവനെ കൂടി എന്ന ശ്രേഷ്ഠ കവിതയുടെ ആകാശത്തിലേക്ക് സ്വർണ്ണക്കിണ്ണത്തോടൊപ്പം ഉയർന്നു വന്നിരിക്കുന്നു എന്ന് ലീലാവതി പ്രസ്താവിക്കുന്നുണ്ട്. ഒരു തരത്തിലുള്ള സ്വാധീനങ്ങൾക്ക് വിധേയനാകാതിരുന്ന, അക്രമങ്ങളോട് പൊരുതി നിന്ന പടയാളിയായ വൈലോപ്പിള്ളി എന്ന കവിതയെ ഓർത്ത് ചിതയിൽ പൊട്ടുന്നതൻ നാടിന്റെ നട്ടല്ലല്ലോ എന്ന് പാരമ്പര്യത്തിന്റെ തുടർച്ചയായി സച്ചിദാനന്ദൻ എന്ന കവി വിളിച്ചറിയിക്കുമ്പോൾ അത് ഏറ്റുവിളിക്കാൻ ആയിരങ്ങളുണ്ടാവുമെന്ന സൂചന കൊണ്ടാണ് ലീലാവതി തന്റെ കാവ്യ വിശകലനം അവസാനിപ്പിക്കുന്നത്. ഇതിലൂടെ കടന്നു പോകുമ്പോഴേ വൈലോപ്പിള്ളി രചനകളെ സംബന്ധിച്ച അഗാധമായ ജ്ഞാനത്തിൽ നിന്നാണ് ഇവനെ കൂടി എന്ന കവിത പിറക്കുന്നത്. സ്മരിക്കപ്പെട്ട കവിത പോലെ തന്നെ സ്മരണാഞ്ജലി സമർപ്പിച്ച കവിയെയും ആഴത്തിൽ മനസ്സിലാക്കിയതിന്റെ കരുത്ത് ലീലാവതി ടീച്ചറുടെ പാരായണത്തിൽ കാണാം. 2 കവികളുടെയും ഭാവുകത്വപരമായുള്ള സവിശേഷതകൾ, അവരുടെ പ്രത്യേകതകൾ, ബിംബകൽപ്പനകൾ, കാവ്യരൂപങ്ങൾ, അലങ്കാരധ്വനികൾ, ഭാവതലങ്ങൾ, മലയാള കവിതാ ചരിത്രത്തിൽ 2 പേരുടെ സ്ഥാനം എന്നിവയെക്കുറിച്ചിട്ടൊക്കെ നിരീക്ഷണങ്ങളാൽ സമ്പന്നമാണ് ഈ പ്രബന്ധം എന്ന് ഓർത്തുവയ്ക്കുക. കവിതയുടെ ഒരു സൗന്ദര്യത്തെ ആധാരമാക്കിയ ബിംബകൽപ്പനകളെയും രൂപങ്ങളെയും അലങ്കാരങ്ങളെയും ധ്വനികളെയും തിരിച്ചറിയുകയും അവയുടെ ഉറവിടങ്ങൾ അന്വേഷിച്ചറിയുകയും ചെയ്യുന്നതാണ് ഈ വിശകലനത്തിന്റെ ഒരു തോത്. 2ാമത്തെ വിധാനത്തിൽ ഈ കൽപ്പനകളുടെയും രൂപങ്ങളുടെയും പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന സാമൂഹ്യ ബോധത്തിന്റെ വേർതിരിച്ചറിയുകയും ഈ പറയുന്ന യൂങ്ങിയൻ പരികൽപ്പനകളെ പിന്തുടർന്ന് അവ ഏത് ആദിപ്രരൂപങ്ങളാണെന്നും അവയൊക്കെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും വിശദീകരിക്കുകയുമാണ് ചെയ്യുന്നത്. കവിത മുന്നോട്ട് വയ്ക്കുന്ന സൗന്ദര്യാത്മകവും സാമൂഹ്യപരമായ അംശങ്ങളെ പൗരസ്ത്യമായ ആശയവലികളുടെ അടിത്തറയിൽ നിന്നുകൊണ്ട് കണ്ടെടുക്കുവാനാണ് ലീലാവതി ടീച്ചർ ഈ പഠനത്തിൽ ശ്രമിക്കുന്നത് എന്ന് കൂടി നാം ഓർത്തു വെക്കേണ്ടതുണ്ട്. ഓക്കെ, താങ്ക് യു.